കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വളരെ പാസീവായിട്ടുള്ളൊരു മൈൻഡായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചുള്ളൂ. കാരണം അവിടെയൊക്കെ ലീഗിന് സീറ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നിന്ന് അത്ര ബലം പിടിക്കേണ്ട, കിട്ടും ഒരു സീറ്റ് 1-2 സീറ്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ കൊയിലാണ്ടി പോലത്തുള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ കോഴിക്കോട് മണ്ഡലം, അങ്ങനെയുള്ള അതുപോലെ എനിക്ക് കുറ്റ്യാടി, ഇതെല്ലാം പിന്നെ വടകര, ഇതെല്ലാം യു ഡി എഫിൻ്റെ കയ്യിൽ 4 സീറ്റെങ്കിലും മിനിമം യു ഡി എഫിന് അവിടെ പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ 2-3 സീറ്റുകൾ പിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിന് പറ്റിയ നേതൃത്വം ഉണ്ട്. അങ്ങനെയുള്ളൊരു എന്താ പറയുക, നമുക്കിനി ലൂസേഴ്സ് ഫൈനലിൽ കളിക്കേണ്ട, യഥാർത്ഥത്തിൽ ഫൈനലിൽ കളിച്ച് വിജയിക്കാം. കോൺഗ്രസിന് എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ MLA ഉണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യം അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഇടയിലും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കണം, യു ഡി എഫ് നേതൃത്വം വളരെ ഹാപ്പിയാണ് ഇപ്പോഴെന്നുള്ളതാണ്. കാരണം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു 7-8 സീറ്റുകൾ വരെ പോകാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്.